മാത്രം പോരാ. ഇപ്പോഴാണെങ്കിൽ അത് എളുപ്പമാണ്. മുമ്പ് പുസ്തകമൊന്നും വേണ്ട. എന്തിനാണ് ഇപ്പൊ പുസ്തകം? ഇപ്പൊ എന്ന് പറയുന്നത് എല്ലാവരും എൻസൈക്ലോപീഡിയയാണ്. കാരണം വിർച്വൽ റിയാലിറ്റി വന്ന്, അതായത് ഇത് നിങ്ങൾ കുട്ടി ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണത്, ഒരു മാതളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആപ്പിളിൽ നിന്ന് നിങ്ങളൊരു ഒരു സെൽസ് റിവേഴ്സ് ചെയ്ത് എടുക്കുന്നതായിട്ട് പഠിച്ചാൽ ആപ്പിളിന്റെ കണ്ടന്റ് പഠിക്കാൻ കരുതി ആപ്പിൾ തോട്ടത്തിൽ ഉടനെ ഇപ്പൊ ഇറങ്ങാൻ പോലും പോണ്ട. വിഷ്വൽ ഇപ്പോഴുള്ള എയുടെ എഫക്റ്റും ക്ലാസ് റൂമുകളിലെല്ലാം തന്നെ റിയലായിട്ട് നമുക്ക് വിഷ്വൽ റിയാലിറ്റി കൊണ്ട് സെറ്റ് ചെയ്യാന്നുള്ളത് കൊണ്ട് അവിടെ തന്നെ ആ തോട്ടം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. മനസ്സിലാക്കി എക്സാമ്പിൾ പറഞ്ഞാണ് ഞാൻ. അത് മനസ്സിലാക്കി കൊടുത്തിട്ട് അവിടെ നിന്ന് തന്നെ കുട്ടി തന്നെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അവരെ 2 ആപ്പിളോ 2 ഓറഞ്ചോ അല്ലെങ്കിൽ ഒരു പറഞ്ഞ മാതളോ കുട്ടിക്ക് വാങ്ങി അവിടെ ഇത് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് കുട്ടി വേർതിരിച്ച് പഠിക്കും. എക്സാമ്പിൾ പറഞ്ഞാണ് വൈറസിനെ, അതായത് എളുപ്പം ഞാൻ പറഞ്ഞാണ്, അത് ഏറ്റവും എളുപ്പം. അതിൽ നിന്ന് സ്റ്റെൽസുകൾ മാറ്റിയെടുക്കാൻ പഠിക്കും. അല്ല നിങ്ങൾ വലിയ കെമിക്കൽ കൊണ്ടുവന്ന് കുട്ടിയുടെ മുമ്പ് വെച്ചു കൊടുത്തിട്ട് കുട്ടിക്ക് അപകടം പറഞ്ഞ കാര്യമല്ല ഞാൻ പറഞ്ഞ. കൊച്ചു കുട്ടികൾ മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെ. അതായത് ഇതെല്ലാം തന്നെ അപ്പൊ നമുക്ക് പുസ്തകം പോലും വേണ്ട. പുസ്തകത്തിന്റെ കാലം കഴിഞ്ഞ്, അതാണ് പറഞ്ഞത്, തൂക്കി ദൂരെയാണ് ബുക്കുകളെല്ലാം. അതൊരു റിസർച്ചിന് വരുന്നത് നോക്കാൻ കരുതി മാത്രമല്ലാണ്. ഇത്രയും ക്രിയേറ്റിവിറ്റി ആയി കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴും സ്കൂളിൽ പുസ്തകം ഇരുത്തിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. എന്റെ മകൻ പഠിക്കുന്ന സ്കൂളിന്റെ സ്ഥിതി ഇത് തന്നെയാണ്. ഇപ്പോഴും ക്ലാസ് റൂമിലെല്ലാം ഒരു കെട്ട് ബുക്കുമായിട്ടാണ് കുട്ടി പോണത്. എനിക്ക് മനസ്സിലാവണില്ല. 2025 അപ്പോൾ ഞാനിത് പറഞ്ഞാണ്, ഇങ്ങനെ കുട്ടികൾ സയൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുട്ടികൾ, അതാണ് ഞാൻ പറഞ്ഞത്. ആ കുട്ടികൾ അങ്ങനെ ഒന്ന് നിങ്ങൾ ആ പ്രീ കെ ജിയിൽ LKG UKG ആയി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയി സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആകുമ്പോഴേ കുട്ടികൾ ബ്രെയിൻ ചിന്തിക്കാൻ തുടങ്ങും. മനസ്സിലായോ? അതായത് ഞാനതാണ് പ്രേക്ഷകരുടെ, നമ്മൾ പുസ്തകത്തിൽ എഴുതി വച്ചു പഠിച്ചതിന് ശേഷം പുറത്തിറങ്ങിയതിനു ശേഷം പുതിയ മൈക്രോബയോളജി പഠിക്കാൻ പോയി. അപ്പോഴും ആ കുട്ടിക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണതേ അറിയാവും. ഇതേ രീതിയിൽ ആ കൊച്ചിലെ പഠിച്ചു വന്നെങ്കിലോ, അവൾ ഇവിടുത്തെ PhD എടുത്തിരിക്കുന്ന ഡോക്ടറെക്കാളും മെഡിസിൻ പറയും. PhD എടുത്തിരിക്കുന്ന ഡോക്ടറെക്കാളും സ്കിന്നിനെ കുറിച്ച് പറയും. നമ്മുടെ ബോഡിയിൽ ഇന്ന് ലേറ്റസ്റ്റ് രീതിയിൽ ടെക്നോളജി ചെയ്തിട്ട് എങ്ങനെ ബോഡി മുറിക്കാതെ നമ്മുടെ ഇതിനകത്തുനിന്ന് സെൽസുകൾ മാറ്റിയിട്ട് റീജോയിൻ ചെയ്യിക്കാന്ന് പറഞ്ഞ് പഠിക്കും. കാരണം കുട്ടി ചിന്തിച്ച് പഠിക്കുകയാണ്. അവർ ചിന്തിച്ചിട്ട് വർക്ക് ചെയ്യാണ്. അവർ ചിന്തിച്ച് സെർച്ച് ചെയ്യാണ്, റിസർച്ച് ചെയ്യാണ്. അവർ പുതിയത് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ അവര് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ ഇരിക്കും കുട്ടികൾ? അല്ലാതെ നമ്മൾ പഠിച്ച് കുട്ടികളെ പുറത്തിറക്കി കഴിഞ്ഞാൽ, ഞാൻ ഈ കണ്ട ആകസ്മിക എന്ന് പറഞ്ഞ കുട്ടിയുടെ സ്റ്റേജിലാണ് നിങ്ങളുടെ കുട്ടി ചെന്നെത്തുന്നത്. അതായത് ഒരു മണ്ടൻ കുട്ടി. ആ കുട്ടിയെ മന്ദബുദ്ധി എന്നാണ് ഞാൻ